ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എടാ, ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് തരാനാണ് വന്നത്. എല്ലാവരും കണ്ണിലെണ്ണൊഴിച്ച് കാത്തിരിക്കുകയാണ്. കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞ്. സോ സത്യം പറഞ്ഞാൽ കുട്ടികളെ വെറും പൊട്ടന്മാരാക്കിയാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇപ്പം അതാ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ അടിച്ചിറക്കിയിട്ടുണ്ട്. 3-ാം തീയതി വരെ എഡിറ്റ് ചെയ്യാനും ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനും ടൈം ഉണ്ടെന്ന്. 3-ാം തീയതി വരെ. സോ ഇപ്പോഴൊന്നും റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കേണ്ട. 3-ാം തീയതി കഴിഞ്ഞു ഒരു വീക്കൊക്കെ എടുക്കാം. സോ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താണ് ഇങ്ങനെയെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കുട്ടികളുടെ ഫ്യൂച്ചർ വെച്ചിട്ടാണ് അവർ കളിക്കുന്നത്. സോ ഒരുപാട് അലോട്ട്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇപ്പൊ ജയിലൊക്കെ ടയർ 2 NITസിലൊക്കെ അഡ്മിഷൻ കിട്ടിയവർ കാണും. അവർ ഈ കീം നോക്കി നിൽക്കുകയായിരിക്കും. ഒരു സീറ്റിലൊക്കെ CS ഒക്കെ കിട്ടിയാൽ കീം ഓപ്റ്റ് ചെയ്യാന്നുള്ള ഒരു ഐഡിയയിലൊക്കെ നിൽക്കുന്നവർ ഒരുപാട് പേര് കാണും. CUET എൻട്രൻസ് അലോട്ട്മെന്റ് നടക്കുക, എല്ലാ അലോട്ട്മെന്റും നടക്കുക. ഇതിന്റെ ഇടയിലൊന്നും കീം വരുന്നില്ല. എന്താണ് ഇങ്ങനെയെന്ന് ഒരെത്തും പിടിയില്ല. കാരണമായിട്ട് അവർ പറയുന്നത് സ്റ്റാൻഡർഡൈസേഷന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത്ര നാൾ ഉറങ്ങിപ്പോയോ അവര്? എന്നാണ് കീമിന്റെ പ്രോസ്പെക്റ്റ് വന്നത്, അടിച്ചിറക്കിയത്? എത്ര മാസമായി? ഇത്രയും നാളെ ആലോചിക്കാൻ സമയമില്ലായിരുന്നോ? എന്നാണോ ആലോചിക്കുന്നത്? ഞാൻ എന്തായാലും ഇവിടെ സ്ക്രീനിൽ വെച്ചേക്കാം. കീമിന്റെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ ഇന്നൊന്ന് റാങ്ക് ലിസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. 3-ാം തീയതി ടൈം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞേ റാങ്ക് ലിസ്റ്റ് വരാൻ ചാൻസ് ഉള്ളൂ. എടാ, പിന്നെ സ്റ്റാൻഡർഡൈസേഷനെ കുറിച്ച് പറയാനാണെങ്കിൽ ലാസ്റ്റ് ഇയർ ആണ് സ്റ്റാൻഡർഡൈസേഷൻ ഇത്രയും നല്ല ഹൈക്കിൽ പ്രശ്നമായിട്ട് വന്നത്. സോ ലാസ്റ്റ് ഇയർ സ്റ്റേറ്റ് സിലബസ് പഠിച്ച ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 27 മാർക്കാണ്, 1-2 അല്ല, 27 മാർക്കാണ് കുറച്ചിട്ടുള്ളത്. എന്നിട്ട് CBSE ഒരു കുട്ടിക്ക് +8 മാർക്ക് കൂടി കൂട്ടി നൽകുകയും ചെയ്തു. സോ ഒരു CBSE സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം 35 മാർക്കാണ്. 35 മാർക്ക്. അത് കീമിന്റെ ഒരു എൻട്രൻസ് സ്കോറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 35ന്റെ ഡബിൾ, ഓൾമോസ്റ്റ് 70 മാർക്ക്. നമ്മൾ എൻട്രൻസിൽ മേടിക്കുന്ന ഒരു 70 മാർക്കിന്റെ ഡിഫറൻസ് ഒരു CBSE സ്റ്റേറ്റ് സിലബസും കാരണം തമ്മിൽ വന്നിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എടാ, ഇതിനെക്കാട്ടിയൊക്കെ നല്ലത് +2 മാർക്ക് ആഡാക്കണ്ട. ഓക്കെ, എൻട്രൻസിന്റെ കീമിന്റെ മാത്രം മാർക്ക് എടുത്തോ, +2 മാർക്ക് ആഡാക്കാതിരുന്നാൽ പോരെ, പ്രശ്നങ്ങളെല്ലാം തീരും. പക്ഷേ അവരിപ്പോഴും +2 മാർക്ക് ആഡാക്കണതിന്റെ പുറകിലാണ്. ഏതോ തമിഴ്നാട് ബോർഡ് വിൽക്കുന്ന സ്റ്റാൻഡർഡൈസേഷൻ ഒക്കെ ചെയ്യുന്നെന്ന് കേട്ടു. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ 360 ഏറ്റവും ടോപ്പ് മാർക്ക് മേടിക്കുന്ന കുട്ടിക്ക് 100% അത് കൺസിഡർ ചെയ്ത് താഴോട്ട് അതെങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അങ്ങനെ എന്തോ ഒരു സ്കീമാണ്. സോ ഏതാ കഴിഞ്ഞതാണോ ഇതാണോ ബെറ്റർ എന്നൊന്നും പറയാൻ എനിക്കറിയത്തില്ല. ഏതായാലും അതിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇത്തവണയും എന്തരായാലും സ്റ്റാൻഡർഡൈസേഷനായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഒരു കുട്ടിയുടെ കീമിന് 100%, ബോർഡ് എക്സാമിന് 360 ഔട്ട് ഓഫ് 360. ആ കുട്ടിക്ക് ഇനി മേടിക്കാൻ അച്ചീവ് ചെയ്യാൻ ഒന്നുമില്ല. ആ കുട്ടീനെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. നമ്മൾ റാങ്ക് എത്ര പ്രതീക്ഷിക്കുന്ന? ഒരു ടോപ്പ് 5, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്. ആ കുട്ടിയുടെ റാങ്ക് വന്നത് 85 86. ആ കുട്ടി സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചെന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഇത്രയും റാങ്ക് പിന്നാക്കം പോയത്. സോ ഇറ്റ്സ് നോട്ട് ഫെയർ. ഭയങ്കര ഒരു അൺഫെയർ ആണ് ലാസ്റ്റ് ഇയർ നടന്നത്. സോ ഈ വർഷം എങ്ങനെയെന്ന് ഒരു പിടിയില്ല. മാർക്ക് വന്നാലേ, റാങ്ക് ലിസ്റ്റ് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. സോ റാങ്ക് ലിസ്റ്റ് വെയിറ്റ് ചെയ്യുന്നവർ കുറച്ചുകൂടെ ക്ഷമിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും 3-ാം തീയതി കഴിഞ്ഞേ വരത്തുള്ളൂ. 3-ാം തീയതി കഴിഞ്ഞ് ഒരു 3-4 ദിവസം എങ്ങനെ പോയാലും എടുത്തേക്കാം. എൻ്റെ ഒരു ഊഹം വെച്ച് അടുത്ത മാസം ഒരു 10-ാം തീയതിക്കുള്ളിലൊക്കെ വരാനേ സാധ്യത ഉള്ളൂ. സോ ഒരുപാട് കുട്ടികൾ പ്രതിസന്ധിയിലായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് പുറത്ത് പഠിക്കണോ, പ്രൈവറ്റ് അഡ്മിഷൻ എല്ലാം പ്രൈവറ്റ് കോളേജിലൊക്കെ അഡ്മിഷനൊക്കെ ക്ലോസ് ആവാറായിട്ടുണ്ട്. സോ ബാംഗ്ലൂർ പോകുന്നവരുണ്ട്. സോ ഒരുപാട് പേര് ചിലപ്പോൾ ഇതിൽ ഗവൺമെന്റ് കോളേജൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നിട്ട് പോലും പുറത്തേക്കൊക്കെ പോയി പഠിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അത് അത്രേ ഉള്ളൂ. എടാ, അപ്പം അത്രേ ഉള്ളൂ. ഇത് കണ്ടപ്പോൾ വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതാണ് ചെയ്തത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.